Nucleus Properties Close Encounter, brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. NCP നേതാവ് തോമസ് ചാണ്ടി MLA. പക്ഷേ തോമസ് ചാണ്ടി, താങ്കളാണ് അടുത്ത LDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രി എന്നൊരു സ്വയം പ്രഖ്യാപനം നടത്തിയെന്ന് തോന്നുന്നു. ഞാൻ മന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അബദ്ധം ഞാൻ ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ നേതാവായ ശരത് പവാറിനെ 5 പ്രാവശ്യം കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു കുട്ടനാട് പാക്കേജ് ഉണ്ടാക്കി കേന്ദ്ര മന്ത്രിസഭയിൽ പലരും എതിർത്തിട്ടും 1840 കോടി രൂപ കുട്ടനാടിന് വേണ്ടി അനുവദിച്ചു. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷമായി PJ ജോസഫ്, ഞാൻ പറയുന്നു, നിയമസഭയ്ക്കകത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു, ഗുളികയും കഴിച്ച്. നടക്കാതെ പോയി. അതിൻ്റെ ദണ്ണം ഞങ്ങൾക്കുണ്ട് NCPക്കാർക്ക്. അതായത് LDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ NCP ആവശ്യപ്പെടാൻ പോകുന്നത് ജലവിഭവ വകുപ്പായിരിക്കും. അത് അവരാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ആവശ്യപ്പെട്ടെ. 1, LDF അധികാരത്തിൽ വരണം. 2, NCP മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കണം. 3, മുഖ്യമന്ത്രിയുടെ പ്രറോഗേറ്റീവാണ് ഏത് വകുപ്പ് ആർക്ക് കൊടുക്കണം എന്ന് ചോദിക്കുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. ഇപ്പം എനിക്കറിയാവുന്നിടത്തോളം ജോസഫ് ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി മറ്റ് വേറെ വകുപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ നിർബന്ധം പിടിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ വകുപ്പ്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു റൈറ്റ് ഇല്ലേ? ഞങ്ങൾക്കൊരു കാരണമുണ്ടല്ലോ. തോമസ് ചാണ്ടി മന്ത്രിയാകാൻ പോവുകയാണോ? അല്ല, അത് തീരുമാനിക്കുന്നത് ശരത് പവാറാ ഇവിടെ ആരാകണമെന്ന്. അതിനകത്ത് സാധ്യത എനിക്ക് ഉണ്ടെങ്കിലും ഞാനത് ആദ്യം അക്സെപ്റ്റ് ചെയ്തിരിക്കത്തില്ല. പക്ഷേ നോ പറഞ്ഞൊന്നും ഇരിക്കത്തില്ല. ഇപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. മന്ത്രി പ്രഖ്യാപനം CPM ചൊടിപ്പിച്ചിട്ടുണ്ടായി? ഇല്ലല്ലോ. എന്തിനും മന്ത്രി പ്രഖ്യാപിച്ചില്ലല്ലോ. വകുപ്പല്ല പറഞ്ഞുള്ളൂ. ഈ വകുപ്പ് ജലവിഭവ വകുപ്പ് ഞാനായിരിക്കും മന്ത്രി, ജലവിഭവ വകുപ്പായിരിക്കും എടുക്കുക. ഇനി അഥവാ ബിസിനസ് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ താളത്തിനൊത്ത് തുള്ളുന്നയാളായിരിക്കും NCP. ഇതൊന്ന് കേട്ടെ, ഞാൻ മന്ത്രിയാകുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ചാനലിൽ എന്നെ എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ ആ വകുപ്പ് ചോദിച്ചു വാങ്ങിക്കും. NCP വാങ്ങിച്ചിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുട്ടനാടിൻ്റെ കുടിവെള്ള പദ്ധതിയും കുട്ടനാട് പാക്കേജും ഞങ്ങൾ പൂർത്തിയാക്കും. ഞങ്ങളുടെ വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വകുപ്പ് ചോദിക്കുന്നതൊന്നും കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമേ അല്ല. ഞാനായിരിക്കും മന്ത്രി പറഞ്ഞിട്ടില്ല. ഞാനായിരിക്കും മന്ത്രി എന്ന് മാത്രമല്ല, ഇനി അഥവാ ബിസിനസ് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മന്ത്രിയാകാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ താളത്തിനൊത്തു തുള്ളുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ഞാൻ നടത്തും. അബദ്ധമൊന്നും ഞാൻ പറയുന്ന ആളല്ല. ഞാനായിരിക്കും മന്ത്രി എന്ന് പറയത്തില്ല. കാരണം എനിക്കതിന് ഇപ്പോഴും താല്പര്യമില്ലാത്ത ആളാണ്. അതെന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്? എനിക്ക് വിദേശത്ത് 3 സ്കൂളുകളുണ്ട്. എനിക്ക് മാസത്തിൽ ഒരു 2 പ്രാവശ്യം ഒരു 5 ദിവസമെങ്കിലും ഒരു 10 ദിവസമെങ്കിലും അങ്ങോട്ട് പോയേ പറ്റൂ. എൻ്റെ ഭാര്യയും മോളും ഒക്കെ നോക്കാനുണ്ടെങ്കിലും. ഞാൻ മന്ത്രിയായാൽ ആഭ്യന്തര വകുപ്പിനോട് എഴുതി ചോദിക്കണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഒരു മന്ത്രിക്ക് രാജ്യം വിട്ടു പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചാടിക്കയറി അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. AK ശശീന്ദ്രൻ്റെ കാര്യത്തിലും തോമസ് ചാണ്ടിയുടെ കാര്യത്തിലും ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കോട്ടയ്ക്കൽ, പാലാ പോലുള്ള സീറ്റുകൾ ഇപ്പോഴും പാർട്ടിക്ക് കീറാമുട്ടിയാണ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രതിസന്ധിയില്ല, വളരെ സിമ്പിളാണ്. അവിടെയൊക്കെ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ കോട്ടയ്ക്കൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അല്ലല്ലോ, അങ്ങനെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. കഴിഞ്ഞ 2 പ്രാവശ്യം ഒരാളെ നിർത്തി, അയാൾ ജയിച്ചില്ല. 10, 20,000, 25,000 വോട്ട് പുറകിലായിരുന്നു. അതുകൊണ്ട് മറ്റാരെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് പാർട്ടി ചേരാൻ വരുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ തന്നെ പല പാർട്ടികളിൽ നിന്ന് വന്ന ഒരു 100 പേര് റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്നോട് ശരത് പവാർ പുള്ളി അദ്ദേഹം ചികിത്സയ്ക്ക് വരുന്നുണ്ട്, നിൻ്റെ റിസോർട്ടിൽ വന്ന് ഒരാഴ്ച താമസിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം വരാൻ കാത്തിരിക്കുക, അദ്ദേഹത്തെ കൊണ്ട് കുടിപ്പിക്കാൻ. അതിനകത്ത് സമ്പന്നന്മാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അതിനെന്താ, ആർക്കും കടന്നു വരാമല്ലോ ഈ പാർട്ടിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആരെങ്കിലും വന്നാൽ, അല്ലെ ജയിക്കാൻ കഴിവുള്ള ഒരാളിന്, അല്ലെ ആ പ്രദേശത്ത് സ്വാധീനിക്കാൻ കഴിവുള്ള ആളിന്, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരും സിനിമാ താരത്തിനെയൊക്കെ പിടിച്ച് നിർത്തുന്നത് എന്തിനാ? അത് കച്ചവടമാണോ?
അല്ല. തോമസ് ചാണ്ടി ആദ്യം കുട്ടനാട് വന്നപ്പോഴും ഈ തരത്തിൽ കരുണാകരന്റെ പേയ്മെന്റ് സീറ്റാണ് എന്നുള്ളൊരു ആക്ഷേപം എന്ന് പറഞ്ഞു. നമ്മളതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളി. അവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്നെപ്പോലെ ഒരാൾ അവിടെ നിന്ന് 25 വർഷമായി ആരും തോൽപ്പിക്കാൻ വിചാരിച്ചിട്ട് നടക്കാഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും അടുത്ത ഇലക്ഷനിൽ മുന്നണി മാറി രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് വീണ്ടും തോൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ആ നാടിന് അക്സെപ്റ്റഡ് ആയിട്ടൊരാളാണെന്നും കരുണാകരൻ്റെ സെലക്ഷൻ തെറ്റിയില്ല എന്നും മനസ്സിലായല്ലോ ലോകത്തിന്. പാലാ സീറ്റിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 2 സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വന്നു. രണ്ടുപേരുടെയും പേര് ശരത് പവാറിന് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാർട്ടിയിലൊരു വോട്ടെടുപ്പ് നടന്നു. 7-4 എന്ന നിലയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജിമ്മി ജോർജ് ആയിരിക്കും. അതിൻ്റെ തീരുമാനം ഞങ്ങൾ പവാർജിക്ക് വിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് NCPക്ക് വോട്ടിംഗ് വേണ്ടി വരുന്നത്? 2 പേര് തയ്യാറായി വന്നാൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്, അല്ലാതെ എക്സിക്യൂട്ടീവിലൊന്നും അല്ലായിരുന്നു വോട്ടിങ്. ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് 2 അഭിപ്രായം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വോട്ടിംഗ് നടത്തുന്നതിന് എന്താ തെറ്റ്? വോട്ടിംഗ് ഏറ്റവും പരമമായി നമ്മൾ സാധാരണഗതിയിൽ ലോട്ടിടുന്നത് പോലെയാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. വോട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരുമാനം ഉണ്ടാകണം. പിന്നെ വീണ്ടും ശരത് പവാറിന് അത് അയക്കുന്നത് എന്തിനാണ്? അല്ല, ശരത് പവാറിൻ്റെ അപ്രൂവൽ കിട്ടിയാലേ ഞങ്ങൾ 11-ൽ 11 കിട്ടിയാലും 12-ൽ 12 കിട്ടിയാലും അത് അവിടെ അയച്ച് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ. അതാണ് പാർട്ടിയുടെ ഭരണഘടന. പാലായിൽ അങ്ങനെ ഒരു വിജയസാധ്യതയുണ്ടോ? KM മാണി കഴിഞ്ഞ 50 വർഷമായി MLA ആയിടത്താണ് നിങ്ങൾ തർക്കം കൂടി ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ മണി സി കാപ്പൻ തന്നെ 5000 വോട്ടിൻ്റെ അടുത്ത് വന്നില്ലേ? പാലായിലെ വിജയം PC ജോർജിനെ പൂഞ്ഞാറ്റിൽ LDF സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. PC ജോർജിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ് LDFൽ. അക്കാര്യത്തിൽ NCPക്ക് കൃത്യമായി LDFനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ PC ജോർജിന് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. PC ജോർജിന് പൂഞ്ഞാറ്റിൽ LDF പിന്തുണ കൊടുത്താൽ മാത്രമേ പാലായിൽ NCPക്ക് സാധ്യത. പാലായിൽ എഫക്റ്റ് മാത്രമേ എന്ന് പറയണ്ട, അതുകൊണ്ട് പാലായിൽ പ്രയോജനമുണ്ട്. PC ജോർജാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു വികാരം തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ മുഖ്യ കാരണക്കാരൻ. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് ചാടി LDFൻ്റെ പക്ഷത്തേക്ക് വരുമ്പോൾ ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഘട്ടമെത്തുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നീതികേടും നന്ദികേടുമല്ല. നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നീതികേടാണ്. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ PC ജോർജ് കരുതിയിട്ടുണ്ടാവുക എന്നെ എന്തായാലും LDF തള്ളി പറയാൻ പോകുന്നില്ല, കാരണം ഞാനാണല്ലോ ഇതിൻ്റെയൊക്കെ അടിത്തറ പാകിയത്. അപ്പോൾ സ്വാഭാവികമായും PC ജോർജിന് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഇല്ല എന്ന് പറയുമ്പോൾ PC ജോർജിൻ്റെ ആ വേദന NCP ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ തോമസ് ചാണ്ടി ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിനെ അവിടെ LDF പിന്തുണയ്ക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. LDF അധികാരത്തിൽ വരും എന്ന ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ NCPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഒരു വികസന തുടർച്ചയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആലോചിക്കുന്നത്. അതുമാത്രമല്ല ചിലതൊക്കെ വൻകിട പ്രൊജക്റ്റുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാദ്യമായി കേരളത്തിൽ വൻകിട പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നവർ ഞങ്ങളാണ് എന്നാണ് UDFൻ്റെ വാദം. അത് കുറേയൊക്കെ ജനം അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെ പദ്ധതികളാണ്? കൊച്ചി മെട്രോ അച്യുതാനന്ദന്റെ കാലത്തല്ലേ പിന്നെ അത് ആരംഭിച്ചത്? അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് UDF ഇപ്പോഴും ഒന്നും ആയിട്ടില്ലല്ലോ. നമുക്കറിയാമല്ലോ അതിന്റെ പണി ഭൂരിഭാഗവും പൂർത്തിയായി, 75% പൂർത്തിയായി. മെട്രോ ആണെങ്കിലും പിന്നെ ഇവിടുത്തെ മറ്റേ IT-യുടെ പദ്ധതിയാണെങ്കിലും ഇതെല്ലാം നേരത്തെ മൂലമുള്ളതല്ലേ? ജനങ്ങൾക്കിടയിൽ ഇതൊരു വികസനത്തിന് പച്ചക്കൊടി കാണിക്കുന്ന സർക്കാരാണ് എന്ന ബോധ്യം. അല്ല, വികസനത്തിന് എല്ലാ കാലത്തും എല്ലാവർക്കും പച്ചക്കൊടിയൊക്കെ കാണിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഈ അഴിമതിയാണല്ലോ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് വന്ന ഏറ്റവും വലിയ ഒരു പരാതി. ഇവിടുത്തെ മദ്യനയം, എന്ത് മദ്യനയമാണ് ഇവിടെ? LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ബാറുകളെല്ലാം തുറന്നു കൊടുക്കാൻ. അങ്ങനെ ബാർ തുറക്കുന്ന അല്ല വിഷയം. ഞാൻ ചോദിക്കുന്നേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 69 വർഷമായി ഈ ദേശത്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനം, ഇവിടെ വരുമാനമാർഗം എന്തുവാ? എന്നെപ്പോലെ കുറേ ആളുകൾ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. അവരയക്കുന്ന പണം നമ്പർ 1. നമ്പർ 2, ഇവിടെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ടൂറിസം. ഈ രണ്ടുമാണ് ഇന്ന് ഈ രാജ്യത്തെ യൂണിയനുകളുടെ അതിപ്രസരം, വ്യവസായത്തിൻ്റെ നട്ടെല്ല് തകർത്ത ഈ സംസ്ഥാനത്തിന് ഇന്ന് ആശിക്കാവുന്ന ഈ 2 മേഖലയുള്ളായിരുന്നു.
അതിൽ ടൂറിസത്തിൻ്റെ തലയ്ക്ക് അടി കിട്ടിയിരിക്കുക. അപ്പോൾ ചോദിക്കും അത് കള്ളില്ലെങ്കിൽ ബാറിൽ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. എനിക്കൊരു റിസോർട്ടുണ്ട്. ഈയിടെ അവിടെ ഒരു ബാർ കൗൺസിലിൻ്റെ കോൺഫറൻസ് നടന്നു. എന്നോട് MLA ആയതുകൊണ്ടും ആ റിസോർട്ടിൻ്റെ ഓണർ ആയതുകൊണ്ടും അവിടെ വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവസാനത്തെ സമാപന സമ്മേളനത്തിൽ ഞാൻ അവിടെ ചെന്നു. 4 ഹൈക്കോടതി ജഡ്ജിമാരുടെ മുന്നിലിരിപ്പുണ്ട്. ഒരു 100-300 അഡ്വക്കേറ്റുമാരുണ്ട്, വക്കീലന്മാരുണ്ട്. അപ്പം ഞാൻ ആദ്യം അവർക്ക് ആശംസയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഈ റിസോർട്ടൊക്കെ പിടിച്ചു നിൽക്കുന്നത് വിദേശത്തു നിന്ന് വടക്കേ. ഇപ്പം കഴിഞ്ഞ ഒരിടയ്ക്ക് എനിക്ക് സൗത്ത് ഇന്ത്യൻ ന്യൂറോളജി കോൺഫറൻസ്, സൗത്ത് ഇന്ത്യൻ നെഫ്രോളജി കോൺഫറൻസ്, സൗത്ത് ഇന്ത്യൻ കാർഡിയോളജി കോൺഫറൻസ്, ഒപ്താൽമോളജി, ഇതെല്ലാം ഈ മനോഹരമായ ഒരു വ്യൂ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ 100-150 ഡോക്ടർമാരാണ് വരുന്നത്. അത് ഭാര്യയും ഭർത്താവും കാണും. 60 മുറി ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ട് ഇട്ട് മുറി കൊടുക്കുമായിരുന്നു. അപ്പം 3 ദിവസമൊക്കെയാണ് കോൺഫറൻസ്. ഇവർ രാവിലെ 8:30 ആകുമ്പം വന്ന് കോൺഫറൻസിനിരിക്കും. നല്ല പ്രസൻറ്റേഷനൊക്കെ കാണാം. ഞാനും പോയി ഇരുന്നിട്ടുണ്ട്. കാരണം ഈ കിഡ്നി എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഇതേ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനും പോയി ഇരുന്നിട്ടുണ്ട് പുറകിൽ. 1 മണിയാകുമ്പം നിർത്തിയിട്ട് പെട്ടെന്ന് ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും മുറിയിലോട്ട് പോയി അരമണിക്കൂറിനകം തിരിച്ചു വരും. 2 മണിയാകുമ്പം വീണ്ടും തുടങ്ങും. 5:30 ആകുമ്പോൾ കോൺഫറൻസ് തീരും. കോൺഫറൻസ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ആരോഗ്യമുള്ള ഡോക്ടർമാരെല്ലാം പോയി വെള്ളത്തിൽ ചാടും, സ്വിമ്മിംഗ് പൂളിൽ. അല്ലാത്ത പ്രായമുള്ള ഡോക്ടർമാരൊക്കെ പോയി 1 മണിക്കൂർ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഭാര്യയൊക്കെ ആയിട്ട് കഴിക്കാൻ വരുമ്പോൾ അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് വൈനും ബീറും വേണം, ചിലർക്കത് പോരാ, വിസ്കിയോ വോഡ്കായോ കോണിയാക്കോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെക്കും. പകുതി പേര് കൂടുതലും കഴിക്കും. ഒരു 70% ആളുകളും കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ബുഫേ ഓപ്പൺ ചെയ്യും. ബുഫേ കഴിക്കും, പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഡോക്ടർമാർ എണ്ണിച്ച് വരും. കോൺഫറൻസും ചർച്ചയും എല്ലാം. ഞാൻ ചോദിക്കുന്നേ, 3 ദിവസവും 4 ദിവസവും കോൺഫറൻസ് നടക്കുമ്പം ഇവരൊക്കെ കള്ളു കുടിക്കാനാണോ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെന്ത് മറുപടിയാണ് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നേ, ഇപ്പോൾ എനിക്ക് ഈ വർഷം ഞങ്ങളുടെ ബാറുമൊക്കെ അങ്ങ് പോയി. ഇപ്പം ഞാൻ 5 സ്റ്റാർ ആക്കി, പക്ഷേ അത് വന്നിട്ടില്ല. അതിന് മുമ്പ് 4 സ്റ്റാർ ആയിരുന്നപ്പം ആ ബാറെല്ലാം പോയി കഴിഞ്ഞപ്പം എത്ര കോൺഫറൻസ് ഞങ്ങൾക്ക് പോയെന്നറിയാമോ? ഞാനൊരു അനുഭവസ്ഥനാണെങ്കിൽ ഞാൻ പറയുന്ന ഈ സംസ്ഥാനത്ത് ടൂറിസത്തിൻ്റെ ഫ്ലോ കുറയുന്നു. അപ്പം എന്നിട്ട് ഞാൻ ഇവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കഥ അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ ഡോക്ടർമാർ വന്ന് ഇങ്ങനെ കഴിച്ച് കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ബാക്കി ജഡ്ജിമാർ ഉൾപ്പെടെയോട് ചോദിച്ചു, അടുത്ത പ്രാവശ്യം ഡോക്ടർ വരുമ്പം ഡോക്ടറും ഭാര്യയും കൂടെ അങ്ങ് മുറിയിലോട്ട് പോക്കോ, ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരനെ വിട്ട് ഈ നാട്ടിൽ മുഴുവൻ ഇത് കിട്ടും, ഈ ദേശം മുഴുവൻ ഇത് കിട്ടും, ഇത് വാങ്ങിച്ച് ഞങ്ങളങ്ങ് മുറിയിലോട്ട് കൊടുത്തയക്കാം. ഡോക്ടർ അവിടെ ഇരുന്ന് ഭാര്യയായിട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒക്കത്തുള്ളൂ ഇവിടെ. അതാണ് ഈ രാജ്യത്തിൻ്റെ നിയമമെന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിച്ചതല്ലാതെ എന്ത് വിപ്ലവമാണ് ഈ മദ്യനയത്തിൽ കൂടെ നടന്നത്? ഒരു ബോട്ടിൻ്റെ കച്ചവടം ഈ രാജ്യത്ത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 300 വക്കീലന്മാരും കൈയടിച്ച്. ഈ ജഡ്ജിമാർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മലയാളി അല്ലാത്തൊരു ജഡ്ജി അടുത്തിരുന്ന് ജഡ്ജിയോട് ചോദിക്കുന്നു, ഇവൻ എന്തുവാ പറഞ്ഞത്? എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്കൊരിടത്ത് പോകണമായിരുന്നു. ഞാൻ എഴുന്നേറ്റ ഉടനെ മാണി സാറ് എൻ്റെ കയ്യെ പിടിച്ച് ക്ഷയിക്കാനെന്ന് വെച്ച് പറഞ്ഞ് ചാമ്പ്യൻ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഈ രാജ്യത്തെ വലിയൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ പുറകെ ഓടി വന്നു. ഞാൻ പേര് പറയത്തില്ല, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എൻ്റെ പുറകെ വന്നേച്ച് പറഞ്ഞു, സാറേ സാറ് പറഞ്ഞതെല്ലാം ശരിയാണ്, എനിക്ക് ഇവരോടിത് പറയാൻ ഒക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിയമസഭയിൽ ചോദിച്ചല്ലോ ഈ മദ്യനയം തുടങ്ങിയ പിന്നെ എത്ര ബോട്ടിലിൻ്റെ ചിലവ് കുറഞ്ഞെന്നും. എമൗണ്ട് കൂടുതലല്ലേ? അപ്പോൾ അതുകൊണ്ട് വിഷയം പഠിക്കാതെ ഒരു കമ്മീഷനെ ഇത് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചിട്ട് കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടി വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ
എന്തെല്ലാം വഴികൾ നമുക്ക് എന്ത് വഴികളാണ് ഇതിപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ടൂറിസത്തെ ബാധിക്കുമെങ്കിൽ ഈ പറയുന്ന കോൺഫറൻസുകൾ കുറയുന്നുണ്ട് എങ്കിൽ അതൊരു വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ യുവത്വം മദ്യത്തിൽ മുങ്ങുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മദ്യനയം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കാണുന്നില്ലേ ചുറ്റും യുവാക്കൾ മദ്യപിച്ച് കുടിച്ച് റോഡിൽ കിടക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ബഹുമാന്യനായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു, എന്നിട്ട് പറഞ്ഞു CPM പറയണം അടച്ച ബാറുകൾ തുറക്കുമോ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ അവർ വരാൻ പോകുന്ന അങ്ങർക്ക് തോന്നിക്കാണ്, അതുകൊണ്ടായിരിക്കും പറഞ്ഞ അടച്ച ബാറുകൾ തുറക്കുമോ. ഞാൻ ചോദിക്കുന്നേ, ഈ ചോദിക്കുന്ന പുള്ളിയുടെ തന്നെ ഗവൺമെൻറ് തന്നെ അല്ലേ കർണാടകത്തിലുള്ളത്? അവിടെ നിന്നല്ലേ ഏറ്റവും കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് അയക്കുന്നത്? അവിടുത്തെ ബാറുകളെല്ലാം തുറന്നു കിടക്കുക. ശരാശരി മദ്യ ഉപഭോഗത്തിന്റെ കാര്യം എന്തുകൊണ്ട് താങ്കൾ ശ്രദ്ധിക്കുന്നില്ല? അല്ല, ഉപഭോഗത്തിന്റെ കാര്യം ഏത് സ്റ്റേറ്റാ കുറവ്? കർണാടകത്തിൽ കുറവാണോ? LDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊരു പഠനം നടത്തിയിട്ടേ ഇനി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് അല്ല, അതായത് ഓരോ മാർച്ച് 31-നും സ്വാഭാവികമായും അടുത്ത വർഷത്തെ മദ്യനയം എന്താണ് എന്ന് തീരുമാനിക്കുമ്പോൾ LDFന്റെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇത് ടൂറിസം അടക്കമുള്ള തൊഴിലടക്കമുള്ള വിഷയങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കും. UDF ഗവൺമെൻറ് ചെയ്തു വെച്ച തെറ്റുകൾ ഞങ്ങൾ തിരുത്തും എന്ന് കോടിയേരി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതൊക്കെ ഇവിടെ ഇരുന്നിപ്പോൾ എനിക്ക് പറയാനൊക്കത്തില്ല. അതായത് ഇപ്പോൾ ഇനി അഥവാ മദ്യനയത്തെ അനുകൂലിക്കുന്നവരുടെ വോട്ട് കിട്ടുകയാണെങ്കിൽ അത് വേണ്ട എന്ന് പറയണ്ട, മദ്യനയം തിരുത്തണം എന്നാഗ്രഹിക്കുന്നവരുടെ വോട്ട് ഉണ്ടെങ്കിൽ അതും വേണ്ട എന്ന് പറയണ്ട. എന്ന് വെച്ചാൽ ഒരു രണ്ടും കെട്ട വർത്തമാനത്തിലാണ്. അല്ല, രണ്ടും കെട്ട വർത്തമാനമൊന്നല്ലല്ലോ. പ്രാക്ടിക്കലായിട്ട് ഈ നാടിന് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഉപഭോഗം കൂടിയത് കൊണ്ടാണോ അന്ന് ഉമ്മൻചാണ്ടിയും സുധീരനും മാണിയും കൂടെ ഇത് കൂട്ടിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നുമല്ല കൃത്യമായിട്ട് എനിക്കറിയാം. പിന്നെന്താ, മാണി സാറ് ഒരു ക്യാബിനറ്റിൽ എനിക്ക് ആ ഫയൽ പഠിക്കണം മാറ്റിവെക്കാൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അദ്ദേഹം പഠിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ മാറ്റിവെച്ച് അടുത്ത പ്രാവശ്യം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് സുധീരൻ വന്നു. സുധീരൻ വന്നു, സുധീരൻ ചാർജ് എടുക്കുന്നു. അപ്പൊ സുധീരൻ പറഞ്ഞു നിലവാരം ഉള്ളതും തുറക്കണ്ട, ഇല്ലാത്തതും തുറക്കണ്ട. 418 ഒന്നും തുറക്കണ്ട പറഞ്ഞപ്പോൾ മുഴുവൻ തുറക്കണ്ട. ഉമ്മൻചാണ്ടിക്ക് ദേഷ്യം വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ബാർ വേണ്ട. ഇങ്ങനാണോ ഒരു രാജ്യം ഭരിക്കേണ്ടത്? കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് കേരളത്തിലെ മദ്യനയം തീരുമാനിച്ചത് എന്നുള്ളത് കൊണ്ട് LDFന് എന്തുകൊണ്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം ഞങ്ങൾ റദ്ദ് ചെയ്യും, എന്നിട്ട് ഒരു പഠനം നടത്തി അതിന്റെ മുകളിൽ മേൽ തീരുമാനങ്ങൾ അല്ല, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരമായ തെറ്റാണ് ഇവർ 3 പേരും കൂടെ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ബാറ് ഞാൻ ചോദിക്കുന്നത് വഴി കിട്ടുമെങ്കിൽ എത്ര ബോട്ടിൽ വേണം? അങ്ങോട്ട് ചെന്നാൽ ഇപ്പോൾ കാണാൻ മേലെ പണ്ട് 5 പേരും 6 പേരും 8 പേരും 10 പേരും ക്യൂ നിന്നെടുത്ത് ഇപ്പോൾ 500 പേര് നിൽക്കുന്നെന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. ഇത് ഈ രാജ്യത്ത് കിട്ടും. ഞാൻ ചോദിക്കുന്നത് ഈ ബാർ അടച്ചതുകൊണ്ട് ഈ രാജ്യത്തെ മുമ്പേ നികേഷ് ചോദിച്ച ആ ചോദ്യം അതിന് പ്രസക്തിയില്ല. ഇവിടെ ചെറുപ്പക്കാരെല്ലാം ചെറുപ്പക്കാർക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കരുതോ? ഇത് തുറന്നിട്ടിരിക്കുകയല്ലേ. അപ്പം നടന്നത് മാനം മര്യാദയായിട്ട് ഇപ്പം സാഹിബും ബദാമയും ക്യൂതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ബാറുകൾ അടയ്ക്കുക എന്നിട്ട് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നിടുക എന്നുള്ളത് വികലമായ നയമാണ്. നേരെ തിരിച്ചായിരുന്നു യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ഗുണം ചെയ്യുക. അതെ, തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ബാറുകൾ തുറക്കുക എന്നുള്ളതായിരിക്കും LDFന്റെ ആദ്യ നടപടി. അല്ല, എന്നിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ അവിടെ എന്ത് ആവശ്യപ്പെടും എന്നുള്ളതാണ്. NCP ഒരു ഘടകകക്ഷിയാണല്ലോ, ഒരു പൂർണ്ണ ഘടകകക്ഷിയാണ്. അവിടെ ചർച്ച വരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. അതെന്തായിരിക്കും? അത് ഇപ്പം പറയാനൊക്കത്തില്ലല്ലോ. അല്ല, എങ്കിൽ പോലും NCPക്ക് ഈ പറയുന്ന നിലപാട് തന്നെയായിരിക്കും. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള വഴിക്ക് കമ്മിറ്റികളെയും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് പഠനം നടത്തി ഘട്ടം ഘട്ടമായി കുറവ് ചെയ്യണം. പക്ഷേ 69 വർഷം ഈ രാജ്യത്തുണ്ടായിരുന്നു. അതിന് മുമ്പേ ഉണ്ട് ഇവിടെ ബാറ്. ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 70 കൊല്ലമായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയെ ഒറ്റ രാത്രി കൊണ്ട് 3 ദിവസം കൊണ്ട് അതിന് ഇവർക്കാർ അധികാരം കൊടുത്ത്. NCP യഥാർത്ഥത്തിൽ ഈ കച്ചവടക്കാരുടെ താല്പര്യം, ബിസിനസ്സുകാരുടെ താല്പര്യമാണോ പ്രതിനിധാനം? അല്ലല്ലോ. ഞാൻ ചോദിക്കുന്നേ, ഈ ഹോട്ടലുകളൊക്കെ നടക്കുന്നു, ഞാൻ എത്ര പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്? 270 പേർക്ക് അവിടെ ലാഭമാണേലും നഷ്ടമാണേലും ഞാൻ ശമ്പളം കൊടുത്തേ പറ്റൂ. പിന്നെ
പുല്ല് വെട്ടാനും തൂക്കാനും വാരാനും ഇറച്ചി സപ്ലൈ ചെയ്യുന്നവനും പിന്നെ മീൻ സപ്ലൈ ചെയ്യുന്നതുമായിട്ട് വേറെ ആയിരങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നില്ലേ? ഇത് തന്നെയല്ലേ കേരളത്തിൽ കാസർഗോഡ് മുതൽ പിന്നെ പാറശാല വരെയുള്ള ദേശത്തെ അവസ്ഥ? അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? അത് ആര് ജയിച്ചു വന്നാലെന്നുള്ളതാണ്. LDF ആണോ ജയിക്കാൻ പോകുന്നത്? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? നമുക്ക് ഈ പറയുന്ന സ്ഥാനാർത്ഥി സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ വളരെ എളുപ്പത്തിൽ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അത് CPM-ന്റെ ആഭ്യന്തര കാര്യം. CPM ആണല്ലോ ഏറ്റവും വലിയ കക്ഷി. ആഭ്യന്തര കാര്യമല്ലേ? അതിനകത്ത് കയറി നമ്മൾ വർത്തമാനം പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പം 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടെന്ന് വിചാരിക്കുക. പിണറായി വിജയനും VS അച്യുതാനന്ദനും. അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടുപേരും ആകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് തോമസ് ചാണ്ടി വ്യക്തിപരമായി, ഇപ്പോൾ തോമസ് ചാണ്ടി പിണറായി വിജയനെ ബോധ്യം കയറ്റിയിട്ടുള്ളതാണ്. VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ MLA ആയിരുന്നിട്ടുള്ളയാളാണ്. അപ്പോൾ രണ്ടുപേരുടെയും പ്രവർത്തന രീതിയൊക്കെ തോമസ് ചാണ്ടിക്ക് വളരെ നന്നായി അറിയാം. അപ്പോൾ തോമസ് ചാണ്ടി മനസ്സിലിപ്പോൾ ഇങ്ങനെ ഉരുട്ടുന്നുണ്ട്, അത് പറയണോ വേണ്ടയോ? പറയണോ വേണ്ടയോ എന്നില്ല, ഞാൻ പറയത്തില്ലല്ലോ. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി തലയിട്ട് ഒരഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് തെറ്റാണ്. ശരി, ആഭ്യന്തര പ്രശ്നമാണ് എന്തായാലും അവരുടെ ആണ്. വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ പാർലമെൻ്ററി പാർട്ടി നേതൃത്വം നയിച്ചയാൾ VS അച്യുതാനന്ദൻ കഴിഞ്ഞ 15-16 വർഷങ്ങളായി പാർട്ടിയെ നേതൃത്വം വഹിച്ചയാൾ പിണറായി വിജയൻ. രണ്ടുപേരും ഒരുമിച്ച് നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള രണ്ടുപേര് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ വലിയ കസേരയിൽ ആയിരിക്കുമെന്ന് സംബന്ധിച്ചൊരു വ്യക്തത കുറവ് രണ്ടുപേരുടെയും മനസ്സിൽ. അതൊക്കെ തീരുമാനിക്കാനുള്ള പ്രാപ്തിയും വിവേകവും ഉള്ള ആളുകൾ ധാരാളം ഉള്ള പാർട്ടിയാണ് CPM. ഈ LDF-ലെ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം വല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഒരിടത്തും കാണാത്ത വിധത്തിൽ കലാപന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ LDF-ലെ സീറ്റ് വിഭജനത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും. CPI കൂടുതൽ സീറ്റും NCP സീറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും CPM-ൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രതിഷേധം പോലും കേട്ടിട്ടില്ല. VS അച്യുതാനന്ദൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. പിന്നെ അതൊരു വലിയ നേതാവാണ്, അതൊരു പുതിയ രീതിയാണെന്നൊക്കെ അന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. പിൽക്കാലത്ത് ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നായിരുന്നു CPIM അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിനകത്തും പോസ്റ്ററും പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം ഉണ്ടാവുകയാണ്. ഇതൊക്കെ തന്നെയും LDF-ൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ലേ? ഒന്നും ബാധിക്കത്തില്ല. സ്ഥാനാർത്ഥിയുടെ പട്ടിക ഒഫീഷ്യലായി പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, നികേഷ് LDF-നെ കുറിച്ച് മാത്രം പറഞ്ഞു, UDF തർക്കങ്ങളൊന്നുമില്ലേ? UDF തർക്കമുണ്ട്, അത് സ്വാഭാവികമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. LDF-ലും എല്ലാ കാലഘട്ടത്തിലുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു LDF-ലെ ഓൾമോസ്റ്റ് 95% പ്രോബ്ലം ഈസ് ഓവർ. ഇനി അവർക്ക് CPI-ആയിട്ടുള്ള ഉദാഹരണത്തിന് കുട്ടനാട് തോമസ് ചാണ്ടി മത്സരിക്കുന്ന സീറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഘടകകക്ഷിയുടെ സീറ്റിൽ സാധാരണഗതിയിൽ CPM തൊടാറില്ല. ഇത്തവണ അതിനകത്തും കൈയിട്ട് വരാൻ ശ്രമിച്ചു? ഇല്ല, ശ്രമിച്ചില്ല. അത് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ആലപ്പുഴയിൽ എൻ്റെ ഒരു സുഹൃത്തായ ഒരു CPM-ൻ്റെ നേതാവ് കുട്ടനാട്ടിൽ ഞാൻ നേരത്തെ മത്സരിക്കുന്നില്ല എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് ചെങ്ങന്നൂർ തരാമെന്ന് പറഞ്ഞു. അപ്പം ചെങ്ങന്നൂർ നിന്നാലും ഞാൻ രാവിലെ 10 മണിക്ക് ജയിക്കുന്നയാളാണ്. അതുപോലെ ബന്ധം എനിക്ക് ചെങ്ങന്നൂരിലുണ്ട്. അപ്പം ഞാനത് പറഞ്ഞതുകൊണ്ട് അത് അവർ സീരിയസ് ആയിട്ട് എടുത്തു. എന്നാൽ ചെങ്ങന്നൂർ തരാം, കുട്ടനാടിങ്ങ് തരാമെന്ന്. താങ്കൾ പറഞ്ഞു പറ്റിച്ചതായിരുന്നു? യഥാർത്ഥത്തിൽ പറ്റിച്ചതല്ല, വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്. അതൊക്കെ പിന്നെ ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ തരുന്നതിനും മാറുന്നതിനും ഒന്നും എനിക്ക് വിരോധമില്ല, നിങ്ങളാരും നിന്ന കുട്ടനാട്ടിൽ ജയിക്കും. വളരെ നന്ദി തോമസ് ചാണ്ടി, എല്ലാ ഭാവുകങ്ങളും താങ്കളുടെ. ഓക്കെ. Nucleus Properties Close Encounter brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life.